ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒലയുടെ X1 Pro Plusനെ പറ്റിയാണ്. അതായത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ഏകദേശം 2 ആഴ്ചയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, അതായത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വണ്ടി പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം ഒരു 2 ആഴ്ചത്തോളമായി. 2 ആഴ്ചത്തോളം ഞാൻ ഈ യൂട്യൂബിൻ്റെ അകത്തേക്ക് X1 Pro Plusൻ്റെ ആരെങ്കിലും റിവ്യൂ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതുവരെ ആരും X1 Pro Plusൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ റിവ്യൂ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ X1 Pro Plusൻ്റെ എന്തെങ്കിലും, അതായത് നിങ്ങൾക്ക് അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ അതിനുള്ള റീപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഈ 2 ആഴ്ച കൊണ്ട് ഞാൻ ഏകദേശം ഒരു 1923 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഓടിയിട്ട് ഇതിന് കുറച്ച് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായി. അത് കൂടുതലും സോഫ്റ്റ്വെയർ ആയിട്ടാണ് എനിക്ക് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് ഇതിൻ്റെ അകത്ത് X1 Proയുടെ സോഫ്റ്റ്വെയറാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് റേഞ്ചിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഞാനപ്പം സർവീസ് സെൻ്ററിൽ കൊടുത്തപ്പോൾ അവർ ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എറേസ് ചെയ്ത് കളഞ്ഞിട്ട് X1 Pro Plusൻ്റെ സോഫ്റ്റ്വെയർ കയറ്റി തരുമായിരുന്നു. അപ്പോൾ അങ്ങനൊരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഇപ്പോൾ ഇവിടെ S1 Pro Plus എന്നാണ് നടക്കുന്നത്. അതായത് നേരത്തെ കിടന്നത് X1 Pro എന്നായിരുന്നു. അപ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് ചെയ്ത് തന്നു. സർവീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നിലവിൽ നേരത്തെ ഞാൻ ഓല ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അപ്പോഴത്തെ സർവീസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തപ്പം എനിക്ക് നിലവിൽ 2 വട്ടം ഷോറൂമിൽ പോകേണ്ടതായിട്ട് വന്നു. കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിലത്തെ കുറേ സ്ക്രൂസൊക്കെ അഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോഴും നിലവിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് അവർ പറഞ്ഞ് അതിൻ്റെ ബോൾട്ട് 3ൻ്റെ ബോൾട്ട് അങ്ങനെ അവിടെ വരാറില്ല. ചിലപ്പോൾ ഇത് ബാറ്ററിയൊക്കെ സെറ്റ് ചെയ്ത സമയത്ത് വല്ല അവരുടെ കയ്യിൽ നിന്ന് വല്ല സ്ക്രൂ എല്ലാം വീണയായിരിക്കും അവർ പറഞ്ഞത്. ഇത് ഓടിച്ചിട്ട് എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അതായത് നമ്മൾ റോഡിൻ്റെ അകത്ത് പോകുമ്പം അലുകുല സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കിയില്ല. ഞാനപ്പോൾ തന്നെ സർവീസ് സെൻറ്ററിൽ നിന്ന് പോകുന്നു. അപ്പം നിലവിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാറാണ്. വിളിച്ചിട്ട് ചെല്ലും. അപ്പോൾ അവരത് അപ്പം തന്നെ 1 മണിക്കൂറിനുള്ളിൽ, ഏകദേശം കൂടി വന്ന ഒരു 1/2 മണിക്കൂറാണ്. 1 മണിക്കൂർ എടുക്കത്തില്ല. അതിന് മുമ്പ് തന്നെ അവർ ക്ലിയർ ചെയ്ത് തരും. പിന്നെ നിലവിലിപ്പം ഞാൻ ഷോറൂമിൽ വിസിറ്റ് ചെയ്ത സമയത്താണെങ്കിലും വണ്ടി വളരെ കുറവാണ്. അപ്പം സർവീസ് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയാനുള്ള റേഞ്ചിൻ്റെ കാര്യമാണ്. എനിക്കറിയത്തില്ല, ഈ കമ്പനി പറയുന്നത് 242 കിലോമീറ്റർ റേഞ്ച് കിട്ടുമെന്നാണ്. ഞാൻ എത്രയൊക്കെ എക്കോ മോഡിൽ പോയിട്ടെന്ന് പറഞ്ഞാലും എനിക്ക് മാക്സിമം കിട്ടുന്നത് 140 ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ അതോ ഇനി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയത്തില്ല. കാര്യം നിലവിൽ യൂട്യൂബിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ Pro Plusൻ്റെ റിവ്യൂ ഒന്നും ആരും ഇട്ടിട്ടില്ല. അപ്പം ഇതിൻ്റെ റേഞ്ചിൻ്റെ കാര്യത്തിൽ എനിക്കറിയത്തില്ല. നിലവിൽ ഇത്രയേ ഉള്ളോ എന്നറിയില്ല. ഇനി എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇനി ചെയ്യാനുണ്ടോ എന്നൊക്കെ നമുക്കറിയില്ല. അപ്പോൾ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് ഷോറൂമിൽ ഒന്നുകൂടി കൊണ്ടുപോകണം. മറ്റ് റിവ്യൂസൊക്കെ വരും. എന്തായാലും ഒരു 2 മാസത്തിനുള്ളിൽ ബാക്കിയുള്ള റിവ്യൂസ് ഇടും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകാനാണ് ഞാനിപ്പം നിലവിൽ ഇരിക്കുന്നത്. പിന്നെ ഇത്രയും നാൾ വണ്ടി ഉപയോഗിച്ചിട്ട് വണ്ടി ഒരു രക്ഷയില്ല. റേഞ്ചിൻ്റെ കാര്യം മാറ്റി നിർത്തുവാണെങ്കിൽ വണ്ടി ഓക്കെയാണ്. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സോഫ്റ്റ്വെയറായിട്ട് പിന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് സീറ്റ് അടയുന്നില്ല. അതുപോലെ തന്നെ ഈ മഴ വീഴുന്ന സമയത്ത് ഈ ടച്ചിന് ഇഷ്യൂ വരാറുണ്ട്. അതായത് ടച്ച് ഹാങ് ആയി നിൽക്കും, വർക്കാവില്ല. പിന്നെ നമ്മൾ റീബൂട്ട് ചെയ്യുമ്പോഴാണ് വർക്കാവുന്നത്. അങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂസേ ഉള്ളൂ നിലവിൽ. അപ്പം ആദ്യത്തെയൊക്കെ വേർഷൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇത് Gen 3 ആണ്. അപ്പം അതിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കംപ്ലയിൻറ്റ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേന് ഇതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടായിരിക്കും അവർ അടുത്ത ജനറേഷൻ ഇറക്കുന്നത്. അപ്പം നിലവിൽ Gen 3 വലിയ കുഴപ്പമില്ലെന്നാണ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് നല്ല സൗണ്ടാണ്. അതായത് Pro Plus, അതായത് ചെയിൻ്റെ കൂടാതെ തന്നെ മോട്ടറിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അതായത് വണ്ടി നല്ല രീതിയിൽ കയറുന്നുണ്ട്. അതായത് നമ്മൾ റോട്ടിൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി 100-ലാണ് കയറുന്നത്. അപ്പോൾ നല്ല വോയിസ് ഉണ്ട്. വണ്ടി പോകുന്ന സമയത്ത് നമുക്ക് റോഡിൽ കൂടി പോകുമ്പോൾ വണ്ടി അറിയാൻ പറ്റും. നേരത്തെ ഈ എയ്തറൊക്കെയാണ് നമുക്ക് ഇത്രയും സൗണ്ട് കേൾക്കുന്നത്. ഇപ്പം ഓല S1 Pro Plusന് നല്ല സൗണ്ട് വരുന്നുണ്ട്. ഞാൻ 2-3 വണ്ടി ചെക്ക് ചെയ്തായിരുന്നു. എല്ലാ വണ്ടിക്കും അതേ സെയിം സൗണ്ട് തന്നെയാണുള്ളത്. അപ്പം സൗണ്ടിൻ്റെ കാര്യം നമുക്കറിയില്ല. ചിലപ്പോൾ ആ മോട്ടറിൻ്റെ ആയിരിക്കാം അത്രയും സൗണ്ട് വരുന്നുണ്ട്. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ആരെങ്കിലും S1 Pro Plus ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ സൗണ്ടിൻ്റെ കാര്യമാണെങ്കിലും റേഞ്ചിൻ്റെ കാര്യമാണെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ഇടണം. എനിക്ക് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് വേറെ എന്തെങ്കിലും കാരണങ്ങൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഞാനിത് ബുക്ക് ചെയ്തിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയത്. അതായത് 1 മാസത്തോളം ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു.
1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയത്. ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. 1923 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ, ചുരുക്കമാണ്. അപ്പം കുറച്ചുകൂടി ഒന്ന് ഉപയോഗിച്ചിട്ട് മറ്റെന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് ഇടുക. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള വ്യൂവേഴ്സിന് അതായത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കമൻറ്റ് കാണുമ്പോഴായിരിക്കും നമുക്ക് അത് വണ്ടി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഒരാളുടെ മാത്രം ഒരു റിവ്യൂവിൻ്റെ പുറത്ത് ആരും കയറി വണ്ടി മേടിക്കില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഇടുക. ബാക്കിയുള്ളവർക്ക് മേടിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും S1 Pro Plusൻ്റെ റിവ്യൂ നോക്കിയിരിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുന്ന അവർക്കൊരു ഉപകാരമായിരിക്കും. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും, റേഞ്ച് ഇടുന്നതായിരിക്കും. എക്കോ മോഡ്, നോർമൽ മോഡ്, അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഹൈപ്പർ വരുന്നുണ്ട്, അപ്പോൾ സ്പോർട്സ് മോഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എത്രയാണ് കറക്റ്റ് കിട്ടുന്നതെന്നുള്ള ഒരു റേഞ്ചിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.